ഹായ് ഹലോ, ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഈവനിങ് സ്നാക്ക് ഉഴുന്നോടെയാണേ. അപ്പോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഉഴുന്നോടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 നാഴി ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഒരു 3 മണിക്കൂർ കൂടുതൽ നന്നായിട്ട് കുതിർത്തിട്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് ഞാനത് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത്. വെള്ളമില്ലാതെ വേണം അരയ്ക്കാൻ. ഇത് ഞാൻ കുറേ നേരം അരച്ചെടുത്തപ്പോൾ മിക്സി അങ്ങ് സ്റ്റക്കായി. അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തോട്ടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കണം. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഇളക്കിയപ്പോൾ എനിക്ക് കൈ വേദനിച്ചിട്ട് ഞാൻ മഞ്ഞയുടെ കൈ കൊടുത്തപ്പോൾ അവൾ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആക്കി ഇളക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് ഫുൾ എയർ ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് മാറണം. എന്നാലേ നല്ല ഉഴുന്നുവട നല്ലതായിട്ട് മുരിഞ്ഞ് പൊങ്ങി വരത്തുള്ളൂ. അങ്ങനെ മഞ്ഞി അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് ഫ്ലഫി ആക്കി ഇളക്കിക്കൊണ്ടിരുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ ബാലമോള് വൈകുന്നേരം ഉറക്കം എഴുന്നേറ്റ് കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് പിന്നെ കുറേ നേരം എൻ്റെ തോളിൽ കിടക്കണം. അങ്ങനെ അവളെ തോളിലിട്ടുകൊണ്ട് പിന്നെ അടുക്കളയിലേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് മാവ് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇച്ചിരി കായപ്പൊടി, ഒരു പിഞ്ച് കായം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളക് എൻ്റെ ആകെ 2 ഉള്ളായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടിയൊക്കെ ഒരു 2 മുളകും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണേ. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ വെള്ളം കൂടിപ്പോയി ആരും പഠിക്കണ്ട കേട്ടോ. അതിനുള്ള ടെക്നിക്ക് ആയത് ഒരു തവി എടുത്തിട്ട് തവി എടുത്തിട്ട് അതിന് മുകളിലേക്ക് ചെറുതായിട്ട് നനച്ചിട്ട് മാവ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തുളയിട്ടങ്ങ് ഇട്ട് കൊടുത്താൽ കേട്ടോ. നമ്മൾ വട നല്ല സൂപ്പറായിട്ട് ഷേപ്പായിട്ടായി വരും. അപ്പോൾ വെള്ളം അഥവാ എങ്ങാണ് ഇച്ചിരി കൂടി പോകണമെങ്കിൽ ചെയ്യാനുള്ള ടെക്നിക്കാണ് കേട്ടോ. സാറിന് നമ്മൾ വെള്ളമില്ലാതെ ആട്ടിയെടുത്താൽ മതി. നമ്മുടെ മിക്സി നമ്മൾ പറയുന്ന കണക്ക് നിൽക്കുന്നില്ലെങ്കിൽ ചിലപ്പം വെള്ളം ഇച്ചിരി ഒഴിക്കേണ്ടി വരും. അങ്ങനെ ഇച്ചിരി വെള്ളം ഒന്ന് കൂടിപ്പോയതാണ് എനിക്ക് എന്നും പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നല്ല കിടിലും ഉഴുന്നോടെയായിരുന്നു കേട്ടോ. അത് ഈ ഒരു പരുവത്തിൽ ഞാനിങ്ങനെ തവീര മുകളിൽ വെച്ച് ആക്കി തീ കുറച്ചിട്ട് നമ്മൾ മരിച്ചെടുക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറും, പുറമേ കരിഞ്ഞു പോവും, അകമേ വേവത്തുമില്ല. അതുകൊണ്ട് ഇച്ചിരി നേരം തീ കുറച്ചിട്ട് വേണം നമ്മൾ മരിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് മൊരിഞ്ഞ് ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരുവായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന സാധനമേ ഉള്ളൂ. പിന്നെ നമ്മൾ മിക്സി നമ്മളോട് സഹകരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, സുഖമായിട്ട് ആട്ടിയെടുക്കാം. രാവിലെ പാരിപ്പള്ളി പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതായി ഈ കോണ്. അപ്പോൾ തൊട്ട് 2 പേർക്ക് ഇതൊന്ന് വേവിച്ച് കൊടുക്കണമെന്ന് നിർബന്ധം. അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ബാല അത് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ആ സമയം കൊണ്ട് ഉഴുന്നുവട ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര റെഡിയാകുമെന്ന്, കാരണം ആദ്യം ഒന്ന് മാവ് പാളിപ്പോയപ്പോഴത്തേക്ക് ഒരു ടെൻഷനായിരുന്നു. പിന്നെ പോപ്കോണേ ഈ ഉപ്പും മുളകും കൂടി ഇട്ട് കഴിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് പിള്ളേർ കഴിക്കും. കുറച്ചൊക്കെ കഴിച്ചു. ഇന്നെന്തോ ബാലമോള് കഴിച്ചില്ല, അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. പിന്നെ ഞാൻ അതെടുത്ത് കുറച്ചൊന്ന് കഴിച്ചു നോക്കി. അതിനുശേഷം പിന്നെ തകൃതിയായിട്ട് ഞാൻ ഒരുപാട് ഉഴുന്നുവട ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഈ 2 നാഴി ഉഴുന്നെന്ന് പറഞ്ഞപ്പം അത് കുറേ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ വെള്ള ചമ്മന്തിയും കൂടെ അരച്ചപ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു കേട്ടോ. പിന്നെ കുഞ്ഞമ്മ വന്നപ്പോൾ കുഞ്ഞമ്മയ്ക്ക് വൈകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല അപ്രീസിയേഷനൊക്കെ പറഞ്ഞത്. ഞാൻ സാധാരണ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇത്ര ഈവനിങ് സ്നാക്കുകളൊക്കെ പതിവില്ല, വല്ലപ്പോഴും കൂടി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ ഉഴുന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മന്യ പറഞ്ഞത്, ചേച്ചി നമുക്കൊന്ന് ഉഴുന്നോടെ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പെട്ടെന്നുള്ളൊരു ഐഡിയയിലങ്ങ് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിരുന്നു. പിന്നെ അങ്ങ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉഴുന്നോടെ ഇവിടെ റെഡിയാണ്. ഇത് കുറച്ചധികം ഉഴുന്നോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ഉഴുന്നോടാണ് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഉഴുന്നോടെ എടുത്തിട്ടുണ്ടേ ഞാൻ. കുറച്ച് ചമ്മന്തി, സൂപ്പർ, അടിപൊളി.